ഈ തട്ടുകടയിൽ നിന്ന് കിട്ടണ നല്ല കുഴഞ്ഞ ചിക്കനും കപ്പയും നല്ല അടിപൊളി ടേസ്റ്റ് ആയിരിക്കും. എന്നാൽ നമ്മൾ വീട്ടിൽ വന്നിട്ട് എത്രയൊക്കെ ട്രൈ ചെയ്താലും ആ ഒരു ടേസ്റ്റ് കിട്ടില്ല. ഞാനും ഇത് കുറേ വട്ടം ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ട്. പക്ഷേ ഇതുപോലെ ഉണ്ടാക്കിയപ്പോഴാണ് എനിക്ക് നല്ല തട്ടുകടയിൽ നിന്ന് കിട്ടുന്ന അതേ ടേസ്റ്റിലുള്ള ഒരു ചിക്കൻ കപ്പ ബിരിയാണി കിട്ടിയത്. ഒരുപാട് സമയമൊന്നും എടുക്കാണ്ട് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഈ ചിക്കൻ കപ്പ ബിരിയാണി എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. അതിനായിട്ട് ഒരു കുടം വെളുത്തുള്ളി, ഒരു 3-4 പച്ചമുളക്, ഒരു കഷ്ണം വലിയ ഇഞ്ചി എടുത്തിട്ടുണ്ട്. അതിലേക്ക് മുഴുവനോടെയുള്ള കുരുമുളകാണ് ചേർത്ത് കൊടുക്കുന്നത്. 2 ടീസ്പൂൺ മുഴുവൻ കുരുമുളക് എടുത്തിട്ടുണ്ട്. നിങ്ങളുടെ കയ്യിൽ കുരുമുളക് മുഴുവനോടെയുള്ളത് ഇല്ലെങ്കിൽ കുരുമുളക് പൊടി ചേർത്താലും മതി. പിന്നെ മുളക് പൊടി 2.5 ടീസ്പൂൺ മുളക് പൊടിയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. നമ്മൾ പച്ചമുളക് ചേർത്തിട്ടുണ്ട്, കുരുമുളക് ചേർക്കുന്നുണ്ട്. അപ്പോൾ മുളകൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിന് മുളക് പൊടിൻ്റെ അളവ് കൂട്ടിയും കുറച്ചൊക്കെ ആഡ് ചെയ്താൽ മതി. 2 വലിയ സ്പൂൺ മല്ലിപ്പൊടിയും അതുപോലെ ഒരു 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്തിട്ടുണ്ട്. ഇതെല്ലാം കൂടെ മിക്സിയിലൊന്ന് അരച്ചെടുക്കാം. വെള്ളമൊന്നും ഒഴിക്കേണ്ട, വെറുതെ ആ ഇഞ്ചിയുടെയും വെളുത്തുള്ളിൻ്റെ ഒക്കെ വെള്ളത്തിൽ ഒന്ന് ചതഞ്ഞ് കിട്ടും. ഇതുപോലെ കിട്ടും. ഇനി നമ്മളൊരു കുക്കർ എടുക്കുക. അതിലേക്ക് ഒരു 2-3 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കുക. ഈ ചതച്ച് വെച്ച മിക്സ് ഇട്ട് കൊടുക്കുക. നല്ലോണം ഒന്ന് മൂത്ത് വരണം. അതിലേക്ക് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. എല്ലാം കൂടെ നല്ലോണം ഒന്ന് മൊരിയിച്ചെടുക്കുക. വല്ലാതെ കരിഞ്ഞു പോരുത്. സിമ്മിൽ വെച്ചിട്ട് വേണം ഇത് കുക്ക് ചെയ്തെടുക്കാനായിട്ട്. ഇഞ്ചിയുടെയും വെളുത്തുള്ളിൻ്റെയും അതുപോലെ ആ മുളക് പൊടിൻ്റെ ഒക്കെ പച്ചമണം മാറുന്നവരെ നന്നായിട്ട് മൂപ്പിച്ചെടുക്കുക. ഇത് മൂത്ത് വരുമ്പോൾ അതിലേക്ക് സവാള ചേർത്ത് കൊടുക്കാം. 3 വലിയ സൈസിലുള്ള സവാളയാണ് ഇട്ടെടുത്തിരിക്കുന്നത്. 1 കിലോ ചിക്കൻ, 1 കിലോ കപ്പ, അതിലേക്കാണ് ഈ 3 സവാള ചേർത്ത് കൊടുക്കുന്നത്. സവാള ചെറുതായിട്ടൊന്ന് വഴന്ന് വരണം. അതുവരെ നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കുക. മസാല സവാളേൻ്റെ എല്ലാ ഭാഗത്താവുന്നവരെ ഇളക്കി കൊടുക്കുക. ഇങ്ങനെ കാണുമ്പോൾ ഓയിൽ കുറച്ച് കുറവാന്ന് തോന്നും, പക്ഷേ എക്സ്ട്രാ ഓയിലൊന്നും ആഡ് ചെയ്യേണ്ട. ഇത് കറക്റ്റാണ്. എല്ലാം വഴന്ന് വരുമ്പോൾ പാകത്തിനായിട്ടുള്ള ഓയിൽ അതിലുണ്ടാവും. കുറച്ച് ഉപ്പ് ആഡ് ചെയ്യുന്നുണ്ട്. ഉപ്പ് നമുക്ക് നോക്കിയിട്ട് ഇട്ട് കൊടുത്താൽ മതി. ഇത് സവാള വഴറ്റാനായിട്ടുള്ള കുറച്ച് ഉപ്പ് മാത്രമേ ഇട്ട് കൊടുക്കുന്നുള്ളൂ. ഏകദേശം ഒരു 5 മിനിറ്റ് കഴിയുമ്പോൾ സവാള ഇതുപോലെ വഴന്ന് നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടും. ഈ ഒരു പരുവത്തിൽ കിട്ടി കഴിയുമ്പോൾ ഇതിലേക്ക് ഇനി തക്കാളി ആഡ് ചെയ്യാം. ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടുള്ള 2 തക്കാളി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഈ തക്കാളിയും സവാളയും എല്ലാം കൂടെ നല്ലോണം കുക്കായിട്ട് സോഫ്റ്റായിട്ട് കിട്ടണം. അതാണ് ഇതിൻ്റെ പരുവം. അപ്പം എല്ലാം കൂടെ നല്ലോണം ഇളക്കി കൊടുത്തിട്ട് ഒന്ന് അടച്ചു വെച്ച് കുക്ക് ചെയ്യണം. അടച്ചു വെക്കുമ്പോൾ അതിൻ്റെ ഒരു ആവിയൊക്കെ വന്നിട്ട് പെട്ടെന്ന് കുക്കായി കിട്ടും. വിസിലൊന്നും ഇടണ്ട, ജസ്റ്റ് മൂടി വെച്ചിട്ടൊന്ന് അടച്ചു വെച്ചാൽ മതി. 2 മിനിറ്റ് കഴിയുമ്പോൾ ഇതിൻ്റെ മൂടിയൊക്കെ ഒന്ന് മാറ്റുക. അപ്പോൾ ആ എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ടാവും. ഒന്നും കൂടെ നല്ലോണം ഇളക്കി കൂട്ടിയിട്ട് ഒരു 2 മിനിറ്റും കൂടെ അടച്ചു വയ്ക്കാം. തക്കാളിയൊക്കെ ഒന്നും കൂടെ ആവാനുണ്ട്. അടച്ചു വെച്ചിട്ട് 2 മിനിറ്റ് കഴിയുമ്പോൾ തുറക്കാം. തുറന്ന് കഴിയുമ്പോൾ ഇതായിട്ടുണ്ട്. ഈ ഒരു പരുവത്തിലാണ് നമുക്ക് കിട്ടേണ്ടത്. തക്കാളിയൊക്കെ നല്ലോണം വെന്തുടഞ്ഞിട്ടുണ്ട്. ഈ ഒരു പരുവത്തിൽ നമുക്കിതിലേക്ക് ഇനി ചിക്കൻ ഇട്ട് കൊടുക്കണം. അതുപോലെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള കപ്പയും കൂടെ ഇട്ട് കൊടുക്കണം. നമ്മുടെ അവിടെയൊക്കെ കൊള്ളി എന്നാണ് കേട്ടോ പറയുക. ഞാൻ കുറച്ച് സ്റ്റാൻഡേർഡ് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് കപ്പ എന്ന് പറയണതാണ്. അപ്പോൾ 1 കിലോ ചിക്കനും എല്ലോട് കൂടിയിട്ടുള്ള ചിക്കനാണ്. അതിലേക്ക് 1 കിലോ കപ്പയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഈ മസാല ചിക്കൻ്റെയും കപ്പേൻ്റെയും എല്ലാ ഭാഗത്താവുന്ന പോലെ നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കണം. സവാള വഴന്ന് വരാനായിട്ട് കുറച്ച് ഉപ്പ് മാത്രം നേരത്തെ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ. ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പിട്ട് കൊടുക്കുക. അതുപോലെ 1 ടീസ്പൂൺ ഗരം മസാലയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഈ ഗരം മസാലയും കൂടെ ഇട്ടിട്ട് നല്ലോണം ഇളക്കണം. ഇനി ഇതിലേക്ക് വേണ്ടത് ചൂടുവെള്ളമാണ്. കുക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നതിലൊന്നും നമ്മൾ പച്ചവെള്ളം ഒഴിക്കാൻ പാടില്ല. ഒരു പച്ചച്ചോ വരും വെള്ളത്തിൻ്റെ. അപ്പോൾ ചെറിയൊരു ചൂടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അതിങ്ങനെ മുങ്ങിക്കെടുക്കാൻ പാകത്തിനുള്ള വെള്ളം. ഒരുപാട് വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല. ഇത്ര വെള്ളം മതി. ചിക്കനിൽ നിന്നുള്ള വെള്ളം കൂടെ ഇറങ്ങി വരുമല്ലോ. അങ്ങനെ എല്ലാം കൂടെ നല്ലോണം ഇളക്കിയിട്ട് ഇനി കുക്കറിൻ്റെ മൂടി വെച്ചിട്ട് അടച്ചു കൊടുക്കുക. ഇത് അടച്ചിട്ട് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒറ്റ വിസിലടിച്ചാൽ മതി. കുക്കറിൻ്റെ പ്രഷറൊക്കെ പോയിട്ട് തുറന്നിട്ടുണ്ടെങ്കിൽ അത് ഇതുപോലെ എണ്ണയൊക്കെ തെളിഞ്ഞ് കിട്ടിയിട്ടുണ്ടാവും. ഇതിൽ കുറച്ച് വെള്ളമുണ്ട്. അപ്പോൾ നമുക്കതൊന്ന് വറ്റിച്ചെടുക്കണം. ഈ സമയത്ത് ഉപ്പൊന്ന് ചെക്ക് ചെയ്യാം. ഉപ്പ് കുറവാന്ന് തോന്നുക ഇട്ട് കൊടുക്കാം. അതുപോലെ ഒരു 1/2 സ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1/2 സ്പൂൺ ഗരം മസാലയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. കുരുമുളക് എരിവ് നോക്കിയിട്ട് ഇട്ടാൽ മതി. എനിക്ക് കുറച്ച് ഈ കുരുമുളകിൻ്റെ ടേസ്റ്റ് ഇഷ്ടമായതുകൊണ്ടാണ് വീണ്ടും ചേർത്ത് കൊടുത്തത്. അതുപോലെ തന്നെ ഒരു പിടി മല്ലിയിലയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി എല്ലാം കൂടെ നല്ലോണം ഇളക്കിയെടുക്കുക. സിമ്മിൽ വെച്ചിട്ട് വേണം നമ്മൾ ഈ ടൈമിൽ കുക്ക് ചെയ്തെടുക്കാനായിട്ട്. ഇല്ലെങ്കിൽ ഭയങ്കരമായിട്ട് വറ്റിപ്പോയിട്ട് ഒരുപാട് ഡ്രൈ ആയിപ്പോവും. ഇത് ചെറിയൊരു നനവ് കൊടുക്കാൻ എടുത്താലാണ് ചൂടാറുമ്പോൾ കറക്റ്റ് ആ ഒരു കുഴഞ്ഞ പോലെ കിട്ടുള്ളൂ. കുക്കറിൻ്റെ മൂടി തുറന്നതിന് ശേഷം ഒരു 5 മിനിറ്റും കൂടെ ഇതുപോലെ അടുപ്പത്ത് വെച്ചിട്ട് ഒന്ന് വറ്റിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള കറക്റ്റ് ടെക്സ്ചറിലുള്ള കപ്പ ബിരിയാണി കിട്ടും. കണ്ടോ, വെള്ളമൊക്കെ വറ്റി നല്ല കുഴമ്പനായി വന്നിട്ടുണ്ട്. ഇതാണ് അതിൻ്റെ ഒരു പരുവം. പിന്നെ ഓരോ കുക്കറിനനുസരിച്ച് ഇത് വേവാനെടുക്കുന്ന ടൈമിൽ വ്യത്യാസം ഉണ്ടാവും. എനിക്ക് കറക്റ്റ് ഒരു വിസിലിൽ ഇതുപോലെയായിട്ട് കിട്ടിയിട്ടുണ്ടായി. അപ്പോൾ നിങ്ങൾ ഒറ്റ വിസിലടിച്ചിട്ട് നോക്കുക. വെന്തിട്ടില്ലെങ്കിൽ ഒന്നും കൂടെ അടിക്കാം. അതുപോലെ കുക്കറിൻ്റെ വിസിൽ പോയതിന് ശേഷം ഒരു 5 മിനിറ്റും കൂടെ സിമ്മിലിട്ടിട്ട് കുക്ക് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോഴാണ് നമുക്ക് വെള്ളമൊക്കെ വറ്റി കിട്ടിയത്. തട്ടുകടയിൽ പോയിട്ട് എന്ത് സാധനം കഴിച്ചാലും അതിൽ ഒഴിച്ചു കൂടാനാവാത്തൊരു ഐറ്റമാണ് ഈ കുനുകുനാ കട്ട് ചെയ്ത സവാള. ഇതിൻ്റെ മീതെയായിട്ട് ചെറുതായിട്ട് കട്ട് ചെയ്ത സവാള ഇട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ പച്ചമുളക്, മല്ലിയില, ഇത്രയും സാധനങ്ങൾ പച്ച കൊടുക്കാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതുകൂടെ മിക്സ് ചെയ്ത് കഴിക്കുമ്പോഴാണ് ശരിക്കും കറക്റ്റ് ആ ഒരു ടേസ്റ്റ് കിട്ടുക.
അടുത്ത വട്ടം വീട്ടിൽ ചിക്കൻ വാങ്ങുമ്പോൾ 1 കിലോ കപ്പയും കൂടെ വാങ്ങിച്ചിട്ട് ഇതുപോലെ ഉണ്ടാക്കി നോക്ക്. നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടമാവും. നല്ല അടിപൊളി ടേസ്റ്റാണ്. എളുപ്പത്തിൽ ഉണ്ടാക്കാനും പറ്റണതല്ലേ. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇതുപോലുള്ള വീഡിയോസ് കാണാനായിട്ട് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്